എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്? കാരണം പറഞ്ഞാൽ രാവില്ലാതെ പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട് ഞങ്ങളവിടെ. അവിടെ നിങ്ങൾ വീട്ടിൽ പൈസ എത്തില്ല എന്ന് പറഞ്ഞാൽ മദ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഗവൺമെൻറ് തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കാട്ടിട്ട്. ഇവിടെ ആൺകുട്ടികൾ മാത്രമല്ല മദ്യപിക്കുന്നത്, പെൺകുട്ടികളും മദ്യപിക്കാറുണ്ട്. ഒരു കാണുന്ന താണ്ഡവൊന്നും നിങ്ങൾ കാണാറില്ല. നിങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമാണ് വോട്ട് ചെയ്തത്. ഇവിടെ ആൺകുട്ടികളുമുണ്ട്. ആൺകുട്ടികളും ചേർന്ന് വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നത്. പോസ്റ്റ് വോട്ടാനും ഫ്ലക്സ് കെട്ടാനും പോസ്റ്റിലേക്ക് വലിച്ചു കയറാനും പെൺകുട്ടികളാണ് രാവിലെ പകലില്ല കഷ്ടപ്പെട്ടത്. കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൺകുട്ടികൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കുടുംബത്തിന് വേണ്ടി ₹1 പോലും ചിലവാക്കാതെ അന്നാണ് പണി ചെയ്ത് കിട്ടുന്ന കാശുണ്ടല്ലോ ചേർത്ത് പിടിച്ച് കുടുംബത്തെ കൊണ്ട് കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ല. അത് കാണാം. നിങ്ങൾ ആദ്യം ഒന്ന് മദ്യം സ്റ്റോപ്പ് ചെയ്ത് കാട്ടിത്തരും. അപ്പോൾ അറിയാം കേരളത്തിലെ ആൺകുട്ടികളെ കുറിച്ച്. ഞങ്ങൾക്ക് ഫ്രീ ബസ്സൊന്നും ആവശ്യമില്ല. ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ കൊടുത്ത് ഞങ്ങൾ യാത്ര ചെയ്തോളാം. ഞങ്ങൾക്ക് ഒരിക്കലും ഫ്രീ വേണ്ട. ഞങ്ങൾ ഫ്രീ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ പൈസ എത്തില്ല എന്ന് പറഞ്ഞത് ഒരുപാട് ആൺകുട്ടികളുണ്ട് കണ്ണീരോടെ കുടുംബത്തെ പോറ്റുന്നുണ്ട്. അത് നിങ്ങൾ കാണാറില്ല. കാണണം. ആൺകുട്ടികളുടെ അധ്വാനം എന്താണെന്ന് അറിയണം. കുടുംബത്തോട് ചേർത്ത് പിടിച്ച് ഓരോ പെങ്ങന്മാരിനെ കല്യാണം കഴിച്ച് വിടുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് കണ്ണീരോടാണെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ ആ സങ്കടമൊക്കെ മറച്ച് പിടിച്ചിട്ടാണ് ഓരോ ആൺകുട്ടികളും അവരവൻ്റെ പെങ്ങമ്മനെ കെട്ടിച്ച് പറഞ്ഞ് അധ്വാനിച്ച് സ്വന്തം വേർപ്പിൽ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. വീട്ടിൽ പൈസ എത്തില്ല എന്ന് പറഞ്ഞത് വളരെ മോശമാണ്. കാരണം എന്താണെന്ന് പറയട്ടെ, ചങ്കറപ്പോടെ കുടുംബത്തിൽ പോയിട്ട് ഒരുപാട് കുട്ടികളുടെ ഇവിടെ